ഒരു കണ്ണൂരിൽ നിന്നുള്ള വ്യക്തി വന്ന് കോഴിക്കോട് എത്തുകയും അവിടെ തുടർച്ചയായി 3 തവണ മത്സരിച്ച് ജയിക്കുകയും ചെയ്യും. ആ MK രാഘവനെ തന്നെ 4ാമതും കോഴിക്കോട് തുണയ്ക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. പക്ഷേ കോഴിക്കോടുകാരനായിട്ടുള്ള നിലവിലെ രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള എളമരം കരീമിനെ അവിടെ രംഗത്തിറക്കിക്കൊണ്ടാണ് LDF തങ്ങളുടെ കുത്തകയായിട്ടുള്ള സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടുത്തെ കൊടുവള്ളി ഒഴികെയുള്ള ബാക്കി മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. MT രമേശിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയിലൂടെ വോട്ട് വിഹിതം കൂട്ടാനാകും എന്നുള്ളതാണ്, വോട്ട് ശതമാനം കൂട്ടാനാകും എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടലും. സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. കോഴിക്കോട് നിന്ന് സാനിയോ, അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. രാഘവേട്ടൻ, കരീംക എന്നീ 2 പേരുകൾ, ഒപ്പം തന്നെ രമേശേട്ടൻ എന്നീ 3 പേരുകൾ ചുറ്റിപ്പറ്റിയാണ് കോഴിക്കോട്ടെ പോരാട്ടം നടന്നുകൊണ്ടിരുന്നത്. അതിൽ MK രാഘവൻ തന്നെ തുണയ്ക്കും ഇത്തവണയും കോഴിക്കോട് എന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ എത്രത്തോളം കണക്കിലെടുക്കുന്നുണ്ട് LDF? എന്തൊക്കെയാണ് 3 മുന്നണികളുടെയും പ്രതീക്ഷകൾ? ബിനിൽ ആൻഡ് വിനീത, ഏതായാലും 3 മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പാണ് എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഭൂരിപക്ഷം 1.5 ലക്ഷത്തിന് മേൽ കടക്കുമെന്നാണ് UDF ക്യാമ്പ് പ്രവചിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 പ്രാവശ്യവും ഈ ഭൂരിപക്ഷം കൂടുതലേക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ MK രാഘവന് കഴിഞ്ഞു. അപ്പോൾ ഈ തവണ 4ാമതും അങ്ങനെ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടാതെ ജനകീയനായി മാറി ഈ 15 വർഷം കൊണ്ട് MK രാഘവൻ ഉണ്ടാക്കി വെച്ച ഒരു ജനകീയത, ഇതൊക്കെയും വലിയ തരത്തിലുള്ള വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അതേസമയം കഴിഞ്ഞ 3 തവണയും മിടുക്കന്മാരെ ഇറക്കിയിട്ടും തിരിച്ചുപിടിക്കാനാകാത്ത ഒരു മണ്ഡലം ഇത്തവണ അതിലും അധികായനായ ഒരാളെ കൊണ്ട് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അതായത് നിലവിലെ രാജ്യസഭാ MP കൂടിയായ എളമരം കരീമിന് MK രാഘവനെ തളച്ചിടാൻ കഴിയും എന്ന് തന്നെയാണ് LDF കരുതുന്നത്. ഒരു 20,000-നും 30,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം NDAയുടെ ഭാഗത്ത് നിന്ന് വോട്ട് വിഹിതം വളരെയധികം കൂടുമെന്നാണ് അവർ കണക്കാക്കുന്നത്. കാരണം MT രമേശിനെ പോലുള്ള ഒരു മണ്ഡലത്തിൽ സുപരിചിതനായ അല്ലെങ്കിൽ പ്രമുഖനായ ഒരു വ്യക്തി, BJPയുടെ A ക്ലാസ് മണ്ഡലം കൂടിയാണ് കോഴിക്കോട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ വോട്ട് വിഹിതം കൂടുതൽ കിട്ടുമെന്ന് തന്നെയാണ് NDA കണക്കാക്കുന്നത്. ആ ഒരു പ്രശ്നം UDFനെയും LDFനെയും ബാധിക്കുന്നുണ്ട്. അതായത് NDAക്ക് വോട്ട് വിഹിതം കൂടുതലാണെങ്കിൽ അത് ആരെയായിരിക്കും തുണയ്ക്കാൻ പോകുന്നത്, ആരുടെ വോട്ടായിരിക്കും NDAക്ക് പോവുക എന്നടക്കമുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഏതായാലും അവസാന മണിക്കൂറുകൾ ഇളകുമോ എന്നാണ് നോക്കുന്നത്. എളമരം കരീമിന് അവിടെ വിജയം സുനിശ്ചിതമാണെന്ന് CPM പ്രതീക്ഷ പുലർത്തുന്നു. MT രമേശ് വോട്ട് വിഹിതം ഉയർത്തുമെന്ന് തന്നെയാണ് NDA ക്യാമ്പിന്റെയും പ്രതീക്ഷ. നമുക്ക്